കുർബാന തർക്കത്തിൽ സീറോ മലബാർ സഭ സിനഡ് കമ്മീഷനും എറണാകുളം അതിരൂപതയിലെ അൽമായ മുന്നേറ്റവും നടത്തിയ ചർച്ചയിൽ തീരുമാനങ്ങളൊന്നുമായില്ല. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന ചർച്ചയിൽ എറണാകുളം അതിരൂപതയുടെ നിർദ്ദേശങ്ങൾ സിനഡ് കമ്മീഷനെ ധരിപ്പിച്ചിട്ടുണ്ട്. സിനഡുമായി ചർച്ച തുടരുമെന്നും അൽമായ മുന്നേറ്റം വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ചർച്ച നടത്തിയത് കമ്മീഷനുമായി എറണാകുളം അതിരൂപത വൈദിക അൽമയ മുന്നേറ്റം പ്രതിനിധികൾ രണ്ടാം തവണയാണ് ചർച്ച നടത്തിയത്. സിനഡ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അറിയിച്ചു. സമവായമായില്ലെങ്കിലും ചർച്ചയ്ക്ക് തുടക്കമിട്ടത് സ്വാഗതാർഹമാണെന്ന് അൽമയ മുന്നേറ്റ വക്താവ് ഷൈജു ആന്റണി പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയെ സീറോ മലബാർ സഭയുടെ ഒപ്പം, സീറോ മലബാർ സഭയുടെ ഒരു ഭാഗമെന്നുള്ള നിലയിൽ ഒപ്പം കാണാനുള്ള ഒരു വിശാല മനസ്സ് സിനഡ് കാണിച്ചു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബസിലിക്ക ഉടനെ തന്നെ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ സിനഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ബസിലിക്ക ആക്രമണത്തിന് നേതൃത്വം നൽകിയ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് സിനഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനഡ് അത് ഫർദർ ചർച്ചകൾ ചെയ്യട്ടെ. ജനാഭിമുഖ കുർബാന തുടരണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ലെന്നും അൽമയ മുന്നേറ്റം വ്യക്തമാക്കി. പ്രതിഷേധങ്ങളെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന ബസിലിക്ക ഉടൻ തന്നെ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സിനഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.